Hi friends, welcome to our YouTube channel Sia Baby Diaries. Sia Baby Diaries യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. ഈ ചാനലിലൂടെ സിയ ബേബിയുടെ പുതിയ വിശേഷങ്ങളും ഞങ്ങളുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളും യാത്രകളും ഒക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സിയ ബേബിക്ക് ഇപ്പോൾ 1 year ആയി. ആദ്യത്തെ വീഡിയോ അവളുടെ ബർത്ത്ഡേ റിലേറ്റഡ് വീഡിയോ ആവാമെന്ന് വിചാരിച്ചു. സിയ ബേബീൻ്റെ ഡ്രസ്സ് വാങ്ങിയത് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. ബർത്ത്ഡേക്ക് 1 month ബിഫോർ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലാസ്റ്റ് മിനിറ്റിൻ്റെ ടെൻഷൻ അങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൾക്ക് ബർത്ത്ഡേൻ്റെ ഒരു 2-3 weeks മുന്നേ ഒരു പനി വന്ന് ഏകദേശം 2 കിലോയോളം കുറഞ്ഞു. ഡ്രസ്സ് കിട്ടിയപ്പോൾ അങ്ങനെ ഭയങ്കര ലൂസായിരുന്നു. അങ്ങനെ പ്രീ ബർത്ത്ഡേ ഷൂട്ടിനൊക്കെ പോയ സമയത്ത് ഡ്രസ്സ് ഭയങ്കര ലൂസായതുകൊണ്ട് തന്നെ അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല. പക്ഷേ ബർത്ത്ഡേ കിട്ടപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ലൂസ് ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ചെറിയൊരു ലൂസേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ അധികം ലൂസൊന്നും ഉണ്ടായിരുന്നില്ല. മോളെ ഡ്രസ്സ് കുറേ പേർക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാങ്ങിയ ഇൻസ്റ്റഗ്രാം പേജിന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഞങ്ങൾ ബർത്ത്ഡേ ഫംഗ്ഷൻ നടത്തിയത് മട്ടന്നൂരിലെ ഒരു ഹാളിൽ വെച്ചിട്ടായിരുന്നു. റൂറൽ ബാങ്ക് ഓഡിറ്റോറിയം. അറൗണ്ട് ഒരു 200-250 ആൾക്കാരുടെ ഫംഗ്ഷനായിരുന്നു. സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി കുറേ സാധനങ്ങൾ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയിരുന്നു. പിന്നെ കണ്ണൂരിലെ കുറേ ഷോപ്പിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ആ ബലൂൺ സ്റ്റാൻഡ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഡെക്കറേഷൻ ടീമിനെ ഏൽപ്പിച്ചു. അവർ ഒരു ഫംഗ്ഷൻ്റെ 2 മണിക്കൂർ മുന്നേ വന്നിട്ട് അത് സെറ്റ് ചെയ്ത് തന്നു. പിന്നെ ബർത്ത്ഡേൻ്റെ കേക്ക് ആദ്യം കണ്ണൂരിലൊരു ഷോപ്പിൽ നിന്ന് ഓർഡർ ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷേ അത് വർക്കൗട്ട് ആയിട്ടില്ല. കാരണം നമ്മൾ ഓർഡർ ചെയ്തത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു. അപ്പോൾ അത് മട്ടന്നൂർ എത്തുമ്പോഴേക്ക് അലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ റിസ്ക് എടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ മട്ടന്നൂർ അടുത്തുള്ള ഒരാളെ നമ്മൾ ഏൽപ്പിച്ചു. കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആക്കി തന്നു. കേക്ക് റെഡിയാക്കി തന്ന ആളെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. നല്ല സോഫ്റ്റ് കേക്കായിരുന്നു, നല്ല ടേസ്റ്റി കേക്കായിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ആ ഹാളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ഫുഡ് അലൗഡ് അല്ല അത്ര. പിന്നെ ഫുഡിൻ്റെ ഏരിയയിൽ കൊണ്ടുപോയിട്ട് വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ചിലർക്കൊന്നും കേക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ കൺഫ്യൂഷൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വാങ്ങി വെച്ച ചോക്ലേറ്റ്സും ഉണ്ടായിരുന്നു. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യം മറന്നേ പോയി. അതെല്ലാം കഴിഞ്ഞ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴുണ്ട് നമ്മൾ വാങ്ങി വെച്ച ചോക്ലേറ്റ്സ് അങ്ങനെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിയത് ആമസോണിൽ നിന്നായിരുന്നേ. അതായത് നമ്മൾ സിയാന്ന് എഴുതിയ റണ്ണിങ് ലെറ്റേഴ്സിൽ എഴുതിയൊരു ലൈറ്റിൻ്റെ ബോർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ബാനർ ഉണ്ടായിരുന്നു. പിന്നെ ആൽഫബെറ്റ്സ്, സിയാന്ന് എഴുതിയ ആൽഫബെറ്റ്സിൻ്റെ LED ലൈറ്റ് ഉണ്ടായിരുന്നു. 1 എന്നുള്ള നമ്പർ LED ലൈറ്റ്സ് വാങ്ങിയത്. പിന്നെ ആമസോണിൽ നിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഫ്ലെക്സ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു റിംഗ് ഷേപ്ഡ് സ്റ്റാൻഡൊക്കെ വാങ്ങിയിരുന്നു. പക്ഷേ അതൊന്നും യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് ബലൂൺ സ്റ്റാൻഡ് വെക്കാൻ ഡെക്കറേഷൻ ആൾ വന്നിരുന്നല്ലോ, അപ്പോൾ അവർ കൊണ്ടുവന്നത് തന്നെ അവർ യൂസ് ചെയ്തത്. ഈ ഒരു 12 months ഫോട്ടോ ബാനറും ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഈ 1 സ്റ്റാൻഡ് ഞാൻ ഉണ്ടാക്കിയതാണ്. അത് 1 ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്ത് അതിൻ്റെ ഒരു ബോക്സ് പോലെ ആക്കി. പിന്നെ അതിനൊരു വൈറ്റ് കോട്ടിംഗ് ഒക്കെ കൊടുത്ത് ഒരു വൈറ്റ് ക്രീപ്പ് പേപ്പർ വെച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി ഒട്ടിച്ച്. പിന്നെ നമ്മൾ കളർ തീമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഒരു പേർപ്പിൾ, ലാവൻഡർ, വൈറ്റ് ആൻഡ് റോസ് കളർ. ഈ 3 കളേഴ്സിൻ്റെ കോമ്പിനേഷനൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് മാച്ച് ആവാൻ വേണ്ടിയിട്ട് ലാവൻഡർ കളറും റോസ് കളർ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വാങ്ങിയിട്ട് ഇതിൻ്റെ ഇടയിൽ സ്റ്റിക്ക് ചെയ്ത് അങ്ങനെയാണ് ഇത് സെറ്റാക്കിയത്. ഒരു 3 ദിവസത്തെ പണി ഉണ്ടായിരുന്നു മൊത്തത്തിൽ കംപ്ലീറ്റ് ആവാൻ. പിന്നെ നമ്മൾ കുറച്ച് കളേർഡ് കാൻഡിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാൻഡിൽ ഹോൾഡേഴ്സൊക്കെ വാങ്ങിയിരുന്നു. അതൊക്കെ മാംഗ്ലൂർ പോയപ്പോൾ ഹോം സെൻറ്ററിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ ഫുഡ് ഒരു കാറ്ററിംഗ് സർവീസിനെ ആയിരുന്നു ഏൽപ്പിച്ചത്. അതിൻ്റെ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ സിയ ബേബി നന്നായി എൻജോയ് ചെയ്തിരുന്നു അവളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ. പ്രീ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിൻ്റെ ടൈമിൽ മോൾ ഭയങ്കര ഡള്ളായിരുന്നു. ഫുൾ ഉറക്കം തൂങ്ങി, ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ബർത്ത്ഡേൻ്റെ അന്ന് അവളെ ഫുൾ കറക്റ്റ് ടൈമിൽ ഫുഡ് കൊടുക്കലും ഉറക്കലും ഒക്കെ കറക്റ്റായിട്ട് ചെയ്തിരുന്നു. പിന്നെ അന്ന് വേറെ ആരെ കയ്യിലും കൊടുക്കാതെ തന്നെ കരയിക്കാണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മോൾ ബർത്ത്ഡേ ഫംഗ്ഷൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും കസിൻസൊക്കെ സിയമോക്ക് വേണ്ടി പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ബൈ ഫ്രം സിയ ബേബി ഡയറീസ്.